അവിചാരിതമായി കണ്ടുമുട്ടിയ 31 വയസ്സുള്ള യുവാവിനെ വിവാഹം കഴിച്ച് 63 വയസ്സുള്ള യുവതി. സംഭവം ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുകയാണ്. ടോക്കിയോയിലെ ഒരു കഫേയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മൊബൈൽ ഫോണാണ് ഭാവി വരനുമായി കണ്ടുമുട്ടാൻ കാരണമായതെന്ന് അസാറാഷി വെളിപ്പെടുത്തി. അതായത് ഭാവി വധു. ഫോൺ തിരഞ്ഞ യുവാവ് വന്നപ്പോൾ അസാറാഷി അത് തിരികെ നൽകി. എന്നാൽ വിധി അവർക്കായി മറ്റൊരു കൂടിക്കാഴ്ച കൂടി ഒരുക്കി വെച്ചിരുന്നു. ഒരു കഫേയിലിരിക്കുകയായിരുന്നു അസാറാഷി. എന്നാൽ താനിരുന്ന ടേബിളിനടിയിൽ ഒരു ഉടമസ്ഥനില്ലാത്ത ഫോൺ റിങ് ചെയ്യുന്നത് അസാറാഷി കേട്ടു. അസാറാഷി ഫോൺ എടുത്തു. മറുവശത്ത് ഒരു ചെറുപ്പക്കാരൻ. തൻ്റെ ഫോൺ നഷ്ടപ്പെട്ട ആശങ്കയിലായിരുന്നു യുവാവ്. എന്നാൽ ആശങ്ക വേണ്ട, താൻ ഈ കഫേയിലുണ്ട്, ഫോൺ സുരക്ഷിതമാണ് എന്ന് അസാറാഷി ചെറുപ്പക്കാരനെ അറിയിച്ചു. അല്പസമയത്തിന് ശേഷം ചെറുപ്പക്കാരൻ വരികയും അസാറാഷിയിൽ നിന്ന് ഫോൺ വാങ്ങി നന്ദി പറഞ്ഞ് മടങ്ങുകയുമായിരുന്നു. ഏതൊരു മനുഷ്യനും ചെയ്തേക്കാവുന്ന ഒരു നല്ല പ്രവൃത്തി എന്ന് മാത്രമേ അസാറാഷി സംഭവത്തെക്കുറിച്ച് ഓർത്തുള്ളൂ. തുടർന്ന് അവർ അത് മറക്കുകയും ചെയ്തു. എന്നാൽ വിധിക്ക് മറ്റ് ചില പ്ലാനുകളുണ്ടായിരുന്നു. 20 വർഷത്തിലേറെ നീണ്ട ദാമ്പത്യം 48-ാം വയസ്സിൽ വേർപിരിഞ്ഞതിന് ശേഷം അസാറാഷി തൻ്റെ മകനെ ഒറ്റയ്ക്കാണ് വളർത്തിയത്. ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുകയും കുറച്ച് പേരുമായി ഡേറ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും സിംഗിളായിരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അവർ. വളർത്തുനായക്കുള്ള വസ്ത്രവ്യാപാര സ്ഥാപനവും അവർ നടത്തിയിരുന്നു. കഫേയിൽ അവിചാരിതമായി കണ്ടുമുട്ടി ഒരാഴ്ചയ്ക്ക് ശേഷം അന്യോന്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ഫോൺ നമ്പർ കൈമാറി. എന്നാൽ ട്രെയിനിൽ വെച്ച് യുവാവിനെ കണ്ടുമുട്ടിയ ശേഷം അവരുടെ പ്രണയം വളരുകയും എല്ലാ ദിവസവും രാത്രിയിൽ 1 മണിക്കൂറിലധികം ഫോണിൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. എൻ്റെ ജോലി, ദൈനംദിനജീവിതം, ഹോബികൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിന് എന്നോട് താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് എന്നെ സന്തോഷിപ്പിച്ചു, അസാറാഷി പറഞ്ഞു. എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് അസാറാഷി ചെറുപ്പക്കാരനോട് വയസ്സ് ചോദിച്ചത്. 31 വയസ്സായിരുന്നു അയാളുടെ പ്രായം. അതായത് അസാറാഷിയുടെ മകനേക്കാൾ 6 വയസ്സ് ഇളയത്. ഒടുവിൽ തൻ്റെ പ്രണയം മകനെ അറിയിക്കാൻ അവർ തീരുമാനിച്ചു. മകനോട് ഭയത്തോടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ അസാറാഷിയെ മകൻ്റെ മറുപടി ഞെട്ടിച്ചു. അമ്മയുടെ പ്രണയത്തെ പ്രോത്സാഹിപ്പിച്ചെന്ന് മാത്രമല്ല, എന്ത് സഹായമാണ് താൻ ചെയ്തു തരേണ്ടത് എന്നായി മകൻ. ഒടുവിൽ 2 കമിതാക്കളും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. 2022 വിവാഹിതരായ ദമ്പതികൾ ഒരുമിച്ച് ഒരു വിവാഹ ഏജൻസി നടത്തുന്നുണ്ട്. ഈ പ്രണയകഥ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. ചിലർ ഇവരുടെ പ്രണയകഥയെ പ്രശംസിക്കുമ്പോൾ മറ്റു ചിലർ ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് 2022 കഴിഞ്ഞ വിവാഹമാണ് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ കഥ അല്ലേ? ഇത് ശരിക്കും ഈ പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല, കാതില്ല എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാൽ ഇതൊക്കെ അത് സത്യമാണെന്ന് തോന്നും. കാരണം ഇത്രയും പ്രായവ്യത്യാസം അങ്ങനെ നമ്മളെയൊക്കെ ഈ സമൂഹത്തിൽ അങ്ങനെ അല്ലല്ലോ. ആണുങ്ങൾക്ക് കുറച്ച് വയസ്സ് കൂടിയാൽ പെണ്ണുങ്ങൾക്ക് കുറവുണ്ടാവും. പക്ഷേ ഇവിടെ 63കാരി 31 വയസ്സുകാരനെയാണ് കിട്ടിയത്. അപ്പോൾ 32 വയസ്സിൻ്റെ പ്രായവ്യത്യാസം. അപ്പോൾ ശരിക്കും പ്രണയത്തിന് കണ്ണു നോക്കില്ല, അതുകൊണ്ട് ഇങ്ങനെ അവർ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ ആണ്. അപ്പോൾ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ എങ്ങനെയും ജീവിച്ച് പോകാമെന്നുള്ളതാണ് ഇത് തെളിയിച്ച് കാണിക്കുന്നത്. നല്ല മനസ്സും നല്ല ആത്മാർത്ഥ സ്നേഹവും ഉണ്ടെങ്കിൽ എവിടെയും ജീവിച്ച് പോകാം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം പ്രായവ്യത്യാസമല്ല ഇവിടെ കാണിക്കുന്നത്, സ്നേഹബന്ധം. ആ സ്നേഹബന്ധം ഉണ്ടായാൽ എവിടെയും ജീവിച്ച് പോകാം നല്ല രീതിയിൽ. അപ്പോൾ ഈ കവിതാക്കളുടെ പറഞ്ഞ കവിതാക്കളുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറയണം.